ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി പോയപ്പോ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആ സമയത്ത് ഗുജറാത്തിന്റെ സ്ഥിതി എന്താ? പ്ലേഗ് ബാധിതമാണ് ഗുജറാത്ത്. പ്ലേഗാണ് ഗുജറാത്ത്. ഗുജറാത്തില് നല്ല വഴികളില്ല. ഗുജറാത്തിൽ നല്ലൊരു കമ്പൻസേഷൻ ഇല്ല. ഗുജറാത്തിന്റെ വഴികളിൽ ഗുജറാത്തിന്റെ പ്രമോദ് അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് യാതൊന്നുമില്ല. ഒരു റോഡില്ല, യാതൊന്നുമില്ല ഗുജറാത്തില്. ഞാൻ തൃശ്ശൂരില്, എന്റെ ഭാര്യ ഒരു കണ്ണ് ഡോക്ടറാണ്. അപ്പൊ ഒരു കണ്ണ് ഡോക്ടർ എന്ന നിലയിൽ തൃശ്ശൂരിൽ ഞാൻ ഇലക്ഷൻ മത്സരിക്കുമ്പോ 2014 ഇലക്ഷൻ മത്സരിക്കുമ്പോ എന്റെ ഭാര്യ എന്നെ കൂട്ടിക്കൊണ്ട് തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡോക്ടർ തോമസ് ഉണ്ട്, കണ്ണ് ഡോക്ടറാ. ഈ ഡോക്ടർ തോമസ് എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം, താങ്കൾ കോട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, എന്റെ ഭാര്യയുണ്ട്. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് താങ്കളുമായിട്ടോ താങ്കളുടെ പ്രസ്ഥാനമായി യോജിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, വിരോധമില്ല, താങ്കളെ ഒന്ന് കാണാൻ വന്നതാ. അങ്ങനെ അത് അവിടെ കൂട്ടാൻ മതി, ആ സൈഡിൽ കൂട്ടാം. ഗിരീഷ് അവരോട് അങ്ങോട്ട് പോകാൻ പറയാം. അങ്ങോട്ട് ഇവിടെ ഒന്ന് കൊട്ടരുത്. എന്നിട്ട് ഈ ജൂബിലി മിഷൻസ് അയാൾ പറഞ്ഞു, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വോട്ട് ചെയ്യണ്ട, പക്ഷെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടതാ. അതിനുശേഷം 2018 ഞങ്ങളെല്ലാവരും കൂടി ഗുജറാത്തിൽ പോയി. അവിടെ വലിയ ഒപ്താൽമോളജി, അതായത് കണ്ണ് ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ. അപ്പൊ ഇയാളെ എന്നെ കണ്ടപ്പോ, ഇയാള് ഞാൻ വരുന്നത് കണ്ടപ്പോ, എന്റെ ഭാര്യയായിട്ട് ഇയാൾ സംസാരിച്ചേക്കാൻ ഞാൻ വരുന്നത് കണ്ടപ്പോ ഇയാളെങ്ങും വഴി മാറിപ്പോയി. അയാൾ വഴി മാറി നിന്നു. എന്നെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം, ഞാൻ BJP കാരനാണല്ലോ. അങ്ങനെ മാറി നിന്നു. ഞാനത് മിണ്ടാൻ പോയില്ല. ഞങ്ങൾ ഒരുമിച്ച് പോയി ഗുജറാത്തിൽ ഇറങ്ങി. അപ്പോഴും ഇയാൾ എന്നോട് മിണ്ടുന്നില്ല. 3 ദിവസത്തെ ഗുജറാത്തിലെ കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു പോരുന്നതും ഒരേ സ്ഥലത്ത് ഒരുമിച്ച വരുന്ന യാത്രയിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ നോക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ മാറി നിന്നപ്പോൾ ഇയാൾ അവിടെ നിന്ന് കയ്യൊക്കെ കാണിക്കുക. അപ്പൊ ഞാൻ ഈ കയ്യൊക്കെ കാണിക്കുന്നുണ്ടപ്പോ ഞാൻ ഇയാൾ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടി നോക്കി. ഇയാൾ തന്നെയാ കയ്യൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ അയാളെ കൈ കാണിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അയാള് അടുത്തേക്ക് വന്നു. അപ്പൊ ഞാനും അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് മുഖാമുഖം എത്തിയപ്പോ അയാൾ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ, എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്ടറെ തോമസ്, എന്ത് പറ്റി? അപ്പൊ അയാൾ പറഞ്ഞു, ക്ഷമിക്കണം ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു, എന്താ? എന്റെ MS ഒപ്താൽമോളജി കഴിഞ്ഞത് ഈ ഗുജറാത്തിലാണ്. 2010 എന്റെ MS ഒപ്താൽമോളജി കഴിഞ്ഞത് ഗുജറാത്തിലാണ്. അന്നത്തെ ഗുജറാത്ത്, ഞാൻ 2010 പഠിക്കുമ്പോൾ അന്നത്തെ ഗുജറാത്തിൽ കൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകാൻ വയ്യ. പക്ഷെ ഞാൻ 6 വർഷം കഴിഞ്ഞ്, ഏതാണ്ട് 5 വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ ആ ഭരണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോ ഈ സമയത്ത് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ, അന്നത്തെ ഗുജറാത്തേ അല്ല, ഇന്നത്തെ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ അല്ല, 2 ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് ഒരുമിച്ച് ഒരു വിഷമവുമില്ലാതെ പോകാനുള്ള റോഡുകൾ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് BJP എങ്കിൽ എന്റെ വോട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്കാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കൊച്ചിയിൽ തന്നെ നിങ്ങൾ നോക്കൂ. കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷനിൽ ആരുടെ പദ്ധതി പ്രകാരമാണ് വികസനം എന്തെങ്കിലും നടക്കുന്നത്? കൊച്ചി കോർപ്പറേഷൻ അമൃതവുമായി ബന്ധപ്പെട്ട അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ് 1800 കോടി രൂപയുടെ ഭാഗധേയം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. തൃക്കാക്കര മുനിസിപ്പാലിറ്റി, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലോ ഇതേപോലെ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇവിടുത്തെ ഓരോരോ വകുപ്പ്, കൊച്ചിൻ പോർട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, നേരത്തെ ഈ കാര്യമൊക്കെ ശങ്കരേട്ടൻ പറഞ്ഞതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഈ കൊച്ചിയുടെ ഈ മഹാ ടൗൺഷിപ്പായ കോർപ്പറേഷനായ കൊച്ചിയിൽ വികസനത്തിന്റെ എന്തെങ്കിലും നാമ്പുകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നരേന്ദ്രമോദി നൽകിയതാണ്. ഞാനിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ശരവണ ഭവനിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോ റോഡിൽ, ഞാൻ നിങ്ങളോട് യാഥാർത്ഥ്യം പറയുകയാണ്, വീണ്ടും വെയിൽ വന്നിരിക്കുന്നു.
ഞാനൊരു സത്യം പറയാം. എന്താ വെച്ചാൽ ഈ കൊടുത്ത പൈസയൊക്കെ കൃത്യമായിട്ട് ഈ കോർപ്പറേഷനും അതുപോലെ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും വിനിയോഗിക്കാൻ ശ്രമിച്ചാൽ, നരേന്ദ്രമോദി കൊടുത്ത പണം കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ കോർപ്പറേഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അങ്ങോട്ട് പോയപ്പോ നിങ്ങൾ നോക്കിക്കോ, മാലിന്യത്തിന്റെ കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ട് റോട്ടിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോകുമ്പോൾ റോട്ടിൽ മുഴുവനും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. മാലിന്യത്തിന്റെ കക്കൂസ് ടാങ്ക്. അവിടെ ഒരാൾ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ടുണ്ട്, ഈ വഴിക്ക് വരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോർപ്പറേഷന്റെ ഉള്ളിൽ മോളിൽ കൂടെ മെട്രോ മോളിൽ കൂടെ പോകുമ്പോ അടിയിലൂടെ പിണറായി വിജയന്റെ ഭരണത്തിൽ മോളിൽ കൂടെ നരേന്ദ്രമോദിയുടെ മെട്രോ പോകുമ്പോ താഴെ പിണറായി വിജയന്റെ കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ട് വെള്ളം ഒലിച്ചു പോകുന്ന ഗതികേടിലേക്കാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതാണ്. ഇത് BJP കൊടുത്തിട്ടുള്ള സർക്കുലറാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് BJP എത്തിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ, കൊച്ചി സ്മാർട്ട് സിറ്റി 1600 കോടി രൂപ. ഈ കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് 1600 കോടി രൂപ കൊടുത്തതാര്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അമൃത് പദ്ധതിയിൽ മോദി സർക്കാർ അനുവദിച്ച 328 കോടിയിൽ 140 കോടി മാത്രമാണ് കൊച്ചി കോർപ്പറേഷൻ ചെലവാക്കിയത്. അതുകൊണ്ടാണ് കക്കൂസ് ടാങ്ക് ഈ 140 കോടിയിൽ 40 കോടി ഉമ്മാർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഈ കക്കൂസ് ടാങ്ക് ഒഴുകുന്നത് അതുകൊണ്ടാണ്. കൊച്ചി മെട്രോ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവാസ് യോജന 9,000 വീടുകള് കൊച്ചി കോർപ്പറേഷനിൽ നിർമ്മിച്ചത്. തൃക്കാക്കര നഗരസഭയിൽ 500 വീടുകളാണ്. പ്രിയപ്പെട്ടവരെ, വോട്ടർഷുമായി ബന്ധപ്പെട്ട് റോറോ സർവീസിന് 11.6 കോടി കൊടുത്തു. അങ്ങനെ ധാരാളം പണം ഇവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹമാണ്. പക്ഷെ വികസനത്തെക്കാൾ വലുതാണ്, ഇവിടുത്തെ വികസനത്തെക്കാൾ വലുതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് ഇങ്ങോട്ട് പോകാൻ പറയാം. നന്ദൻ ഇങ്ങോട്ട് പോകാൻ പറയാം. ഹലോ ഭാരത് മാതാ കേ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തിന്റെ സൗന്ദര്യമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപി വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. ഈ കസേരകളൊന്നും തന്നെ വെറുതെ ഇടാൻ പാടില്ല. എല്ലാവരും കസേരയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അത്യന്തം അപകടകരമായ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് സൂചിപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ട്. പ്രമോദ് അതാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അത്യന്തം അപകടകരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. സാമൂഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസൽമാനും ഒരുമിച്ച് ജീവിച്ചതാണ് സാമൂഹിക ജീവിതം. നാം ഈ മലയാള നാട്, മലയാളമെന്ന് തൃക്കാക്കരയപ്പന്റെ മലയാള നാട്, തൃക്കാക്കരയപ്പന്റെ തൃക്കാക്കര. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ നാളെ? കാരണം എന്താ? കാലനിറങ്ങി മാവേലി ഇറങ്ങിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാവേലി ഇറങ്ങിയപ്പോ ആ മാവേലിയെ നമ്മൾ വരവേറ്റു. പക്ഷെ മാവേലിയല്ല, കാലനിറങ്ങിയിരിക്കുന്നു. ആർക്കെതിരെയാ? കുന്തിരിക്കം പുകയ്ക്കുന്നവർക്കെതിരെ. ആരാണ് കുന്തിരിക്കം പുകയ്ക്കുന്നത്? കുന്തിരിക്കം കത്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ. കഴിഞ്ഞില്ല, അവലും മലരും സൂക്ഷിക്കുന്നവർക്കെതിരെ. അവരും മലരും സൂക്ഷിക്കുന്ന നമ്മളൊക്കെ വീട്ടിൽ
അവലും മലരും സൂക്ഷിക്കുന്നത് ഭഗവാന് കൊടുക്കാനാ, അവലും മലരും നിവേദ്യം കൊടുക്കാനാ. പക്ഷെ ഇവര് പറയുന്നത് അവലും മലരും സൂക്ഷിച്ചോ, കാലൻ ഇറങ്ങിയിരിക്കുന്നു. മുദ്രാവാക്യം നിങ്ങൾ കേട്ടില്ലേ? കൊച്ചുകുട്ടിയുടെ മുദ്രാവാക്യം, പിഞ്ചു കുഞ്ഞ്, എട്ടും പൊട്ടും അറിയാത്ത ചിത്രശലഭങ്ങളെ പോലെയുള്ള പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞു പറയുകയാണ്, മര്യാദക്ക് 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 ജീവിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങള് കാലപുരിയിലേക്ക് കൊണ്ടുപോകും. ഇത് തന്നെയല്ലേ താലിബാനിലുള്ളത്? താലിബാൻ പറയുന്നത് മര്യാദക്ക് 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 അള്ളാഹുവിനെ വിളിച്ച് ജീവിച്ചോ, ഞങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഒന്നും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അവിടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ആരെങ്കിലും എതിര് പറഞ്ഞാൽ, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ വെടിവെക്കും, ആളെ കൊല്ലും. ഇത് തന്നെയല്ലേ പാകിസ്ഥാനിൽ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, ഈ പതിത മണ്ണ വസുന്ധരയായ ഭാരതം, ആ വസുന്ധരയായ ഭാരതം എല്ലാവരെയും സ്വീകരിച്ച നാട്, എല്ലാവർക്കും എല്ലാം കൊടുത്ത നാട്, എല്ലാവരെയും സ്വീകരിച്ച നാട്, എല്ലാവർക്കും എല്ലാം കൊടുത്ത നാട്. ആ നാട്ടിലാണ് പറയുന്നത് എന്റെയും നിങ്ങളുടെയും നാട്, തൃക്കാക്കരയപ്പന്റെ നാട്. ആ നാട്ടിൽ തൃക്കാക്കരയപ്പനോട് പറയുക, മര്യാദക്ക് 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 അമ്പലത്തിൽ ഇരുന്നോളാൻ, മര്യാദക്ക് 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 തൃക്കാക്കരയപ്പൻ അമ്പലത്തിൽ ഇരുന്നോളാനാണ് പറയുന്നത്. ഇതിനെതിരെ പ്രതികരിക്കണോ വേണ്ടയോ? ഇതിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം എന്തെങ്കിലും ചെയ്തോ? ഇത് പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞത്? SDPI. ആ SDPIയുടെ കൂടെ ഭരിക്കുന്നവരാണ് ഇടതുപക്ഷം. ആരാണെന്ന് പറഞ്ഞത്? SDPI. ആ SDPIയുടെ കൂടെ ഭരിക്കുന്നവരാണ് ഇടതുപക്ഷം. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ പറഞ്ഞ ആളുടെ പേരാണ്, ഇതിനെതിരെ നമ്മളൊക്കെ സ്ഥിരം പറയുന്നുണ്ട്, പക്ഷെ ഇതിനെതിരെ ഒരു ക്രൈസ്തവൻ പറഞ്ഞു. ആ ക്രൈസ്തവന്റെ പേരാണ് PC ജോർജ്. ആ PC ജോർജ് പറഞ്ഞപ്പോ ആ PC ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതാരാ? ജയിലിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതാരാ? ജയിലിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഇവിടുത്തെ VD സതീശന്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്? കോൺഗ്രസിന്റെ കൂടെയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ ആയതുകൊണ്ട് കോൺഗ്രസ് പറയുമ്പോ അത് മുസ്ലിം ലീഗിന്റെ ശബ്ദമാണ്. VD സതീശന്റെ ശബ്ദമില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ശബ്ദമില്ല, VM സുധീരന് ശബ്ദമില്ല, ഉമ്മൻചാണ്ടിക്ക് ശബ്ദമില്ല, എന്തിന് രാഹുൽ ഗാന്ധിക്ക് പോലും ശബ്ദമില്ല. ഇപ്പൊ ശബ്ദമുള്ളതാരുടെയാ? മുസ്ലിം ലീഗിന്റെ ശബ്ദമാ, തങ്ങളുടെ ശബ്ദമാ, കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദമാ. അപ്പൊ ആ ശബ്ദമുള്ളത് കൊണ്ട് VD സതീശൻ പറഞ്ഞു PC ജോർജിനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ താമരപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെൺകുട്ടിയെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളുടെ പൗർണമി എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ മകള് അവളിവിടെയുണ്ട്. അവൾക്കും 16 വയസ്സാണ്. അവളെ ഇവിടെ കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്ക് താമര കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ കാരണം? ആ കുട്ടി നാളത്തെ വളർന്നു വരുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു യൗവനത്തിന്റെ കുട്ടിയാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ വേദിയിൽ വിളിച്ച് ആ പെൺകുട്ടിയെ വേദിയിലേക്ക് കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് ഒരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഒരു ആൾ തലയിൽ വലിയൊക്കെ വെച്ച് വാടിയൊക്കെ വെച്ച് വയസ്സായ ഒരു മനുഷ്യൻ, ഇങ്ങനെ കടത്തരുത്, മാറി നിൽക്ക്. നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ മാതിരി കടക്ക് പുറത്ത് പോലീസുകാരോട് പറഞ്ഞില്ലേ, അതേപോലെ ആ കുട്ടിയോട് പറയാം കടക്ക് പുറത്ത്. എന്താ കാരണം? ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെ കറുത്ത ആ ഒരു വസ്ത്രത്തിന്റെ ഉള്ളിൽ മൂടിപ്പൊതിഞ്ഞ് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീ എന്നാണ് ഇവരുടെ സങ്കല്പം. നിങ്ങൾ മനസ്സിലാക്കണോ? ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ കയറ്റിയില്ല. എന്റെ ചോദ്യം അതല്ല. ആ കുട്ടിയെ കയറ്റാതിരുന്നപ്പോ ഇടതുപക്ഷം എന്തെങ്കിലും വേണ്ടിയോ? പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞോ? ഒരക്ഷരം വേണ്ടിയില്ല. ഇനി VD സതീശൻ വലതുപക്ഷം വല്ലതും പറഞ്ഞോ? ഒരക്ഷരം വേണ്ടിയില്ല. ശബരിമലയിൽ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശബരിമലയിൽ അവിടുത്തെ ആചാരത്തിന്റെ പേരിൽ 60 വയസ്സ് 50-55 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കും കയറാൻ പറ്റാവുന്ന ഒരു ആചാരത്തിന്റെ പേരിൽ ശബരിമലയിലെ വിഷയം വന്നപ്പോ വനിതാ മതിൽ സംഘടിപ്പിച്ചവരാണ് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷം.
പക്ഷെ അതേ ഇടതുപക്ഷമാണ് ഇന്ന് വനിതാ മതിൽ സംഘടിപ്പിച്ച ഇടതുപക്ഷമാണ് ഇന്ന് എന്തു ചെയ്യുന്നത്? ഈ മതമൗലികവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മതമൗലികവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാൻ ഈ ഇടതുപക്ഷം തയ്യാറായില്ല. ശബരിമലയുടെ പേരിൽ വനിതാ മതിൽ സംഘടിപ്പിച്ചവരോട് BJPക്ക് പറയാനുള്ളത്, നിങ്ങൾ വനിതാ മതിലല്ല സംഘടിപ്പിക്കേണ്ടത്, മതമൗലികവാദികളുടെ മതിലാണ് വാസ്തവത്തിൽ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഈ മതമൗലികവാദത്തിന് ഇവര് പിന്തുണ കൊടുക്കുകയാണ്. ആ പിന്തുണ, മതമൗലികവാദത്തിന് പിന്തുണ കൊടുക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിനെതിരാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്, ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കാറുണ്ട്, നമുക്കൊന്നും വലിയ കുഴപ്പമില്ല, നമുക്കൊക്കെ 19 വയസ്സ് കഴിഞ്ഞു, നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ ജീവിക്കണോ വേണ്ടയോ പറ? ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കണോ വേണ്ടയോ പറ? ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കണമെങ്കിൽ ഈ കാലൻ, ആ കാലന്റെ വരവിനെ തടയേണ്ടതുണ്ട്. ഈ കാലന്റെ വരവിനെ തടയണം. ഇവിടെ അത് പറഞ്ഞവർ കോഴിക്കോട് പോയി പത്രസമ്മേളനം നടത്തിയിരിക്കുക. എല്ലാവരും പറഞ്ഞറിയോ? ഞങ്ങൾ RSSന്റെ കാലന്മാര്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളല്ല, നിങ്ങളെ അപ്പം വിചാരിച്ചാൽ ശരി, RSSന്റെ ഒരു രൂപത്തിൽ തൊടാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോ. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഈ നാടിന്റെ പൈതൃകത്തെ സംരക്ഷിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ RSS പ്രവർത്തകര്, ഇവിടുത്തെ BJP പ്രവർത്തകര്. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ ഈ കാലം എന്ന ഞാഞ്ഞൂള് അവരൊക്കെ കിടന്നിങ്ങനെ മുളയ്ക്കുക. ഇവരെയൊക്കെ നമ്മള് ജമ്മു കാശ്മീരിൽ നിന്ന് അടിച്ചിറക്കി, എന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ നിന്നും അടിച്ചിറക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാലന്മാർക്കെതിരെ, കാലനെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കണം. ഈ നാട്ടിലെ വോട്ട് ഈ കാലനെതിരായ വോട്ടാവണം. കാലന്മാരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമെതിരായ വോട്ടാവണം. അങ്ങനെ കാലന്മാർക്കെതിരായ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും, ഈ കാലന്മാരെ സഹായിക്കുന്ന ഇടതു വലതുപക്ഷത്തിനെതിരായ വോട്ടായി മാറണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വോട്ട് ഈ പ്രാവശ്യം AN രാധാകൃഷ്ണന് കൊടുക്കണം. AN രാധാകൃഷ്ണന് കൊടുക്കണം. ഈ നാട്ടിലെ ക്രൈസ്തവര്, വർഷങ്ങളായി ഈ നാട്ടിലെ ക്രൈസ്തവര് അവരനുഭവിക്കുന്ന വേദന ഈ നാട്ടിലെ ജനങ്ങളറിയോ? പേര് ന്യൂനപക്ഷം. നമ്മളെ കുറെ ആളുകൾ ഭൂരിപക്ഷമുണ്ട്, ഒന്നുമില്ലാത്തവരാ ഭൂരിപക്ഷം. ഭൂരിപക്ഷത്തിന് ഒന്നുമില്ലാത്ത ഒരു നാട് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ നാട് ഈ ഇന്ത്യ. ഭൂരിപക്ഷത്തിന് ഒന്നുമില്ല. അവന്റെ കുട്ടി പട്ടിണിയാ, ചോദിക്കാൻ ആളില്ല. കാരണം എന്താ? ഭൂരിപക്ഷം. അവന്റെ കുട്ടികളോ പട്ടിണിയാ, ചോദിക്കാനൊന്നുമില്ല. കാരണം എന്താ? ഭൂരിപക്ഷം. അവന്റെ കുട്ടിക്ക് സ്കൂളിൽ യാതൊരു സ്കോളർഷിപ്പും ഇല്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഭൂരിപക്ഷം. പക്ഷെ ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ ഈ മുസ്ലിമില 100% ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷത്തിന് 50% ക്രൈസ്തവർക്കും 50% മുസ്ലിങ്ങൾക്കും കൊടുക്കണം ന്യൂനപക്ഷ സ്കോളർഷിപ്പ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ ബിഷപ്പിന്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിക്ക് 100% സ്കോളർഷിപ്പ് കൊടുക്കേണ്ട 100% സ്കോളർഷിപ്പ് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് എത്രയാ? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് കേവലം 50% മാത്രമാണ്. 50% കൊടുക്കേണ്ടത്. പക്ഷെ കൊടുക്കുന്നത് എത്രയാ? 20%. ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേവലം 20%. ഓരോ ഭാരത് മാതാക്ക് എല്ലാവരും ഉറക്കം വിളിക്കണം. നമ്മുടെ ബഹുമാനരായ സുരേഷ് ഗോപി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉച്ചത്തിലും കൂടി
ക്ഷുഭിത യൗവനം, ഇതാ സുരേന്ദ്രൻ, ക്ഷുഭിത സിനിമാ ലോകത്തെ ക്ഷുഭിത യൗവനം സുരേഷ് ഗോപി, നല്ല മനസ്സിന്റെ ഉടമ, സാമൂഹ്യ മനസ്സിന്റെ ഉടമ, സമൂഹത്തെ നന്മയോടെ ചേർക്കുന്ന നെഞ്ചിലേറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപി. ഇതാ നമ്മുടെ AN രാധാകൃഷ്ണൻ, ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും മലർത്തിയടിക്കാൻ ഇതാ AN രാധാകൃഷ്ണൻ ഇതാ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ, ബോലോ ഇന്ത്യ കേ. പ്രിയപ്പെട്ടവരെ, 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 നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമയിലെ ക്ഷുഭിത യൗവനത്തിന്റെ മുഖമായ, അതിനേക്കാൾ ഉപരി മലയാള സിനിമയിൽ പണം ധാരാളം ഉണ്ടാക്കും ആളുകൾ, സിനിമാ ലോകത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയാണ്. പക്ഷെ തനിക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ പങ്ക് ഈ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ കാലൻ വരുന്നു, കാലൻ വരുന്നു. ഇവിടുത്തെ മലര് സൂക്ഷിക്കുന്നവര്, കുന്തിരിക്കം സൂക്ഷിക്കുന്നവരൊക്കെ കാലൻ വരുന്നു എന്ന് പറയുമ്പോ പേടിച്ച് കാലന്റെ കൂടെ നിൽക്കുമ്പോ ആ കാലനെതിരെ തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ. വെയിലത്ത് വാടില്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട നമ്മുടെ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കാലന്റെ കാല് നിൽക്കുന്നവരാണ്. നാടിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന കാലന്മാരുടെ, ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന ഞങ്ങളിതാ വരുന്നു, കാലൻ വരുന്നു എന്ന് പറയുമ്പോ ഭരണകൂടം ഇതിനൊക്കെ തിന്മക്കെതിരെ നിൽക്കുമ്പോ ആ കാലന്റെ കാല് നിൽക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസും, ഇവിടുത്തെ LDFും, ഇവിടുത്തെ UDFും. അതിനെതിരെ ചങ്കുറപ്പോടുകൂടി ഇതാ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ശ്രീ AN രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളുമായി ഇവിടെ വാങ്ങുന്നു. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഭരത് സുരേഷ് ഗോപിയെയും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും നമ്മുടെ ആരാധ്യനായ സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തൃക്കാക്കര ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിഷ സന്തോഷ്, ഏരിയ ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സജീവൻ കരിമകർ എന്നിവരെ ക്ഷണിക്കുന്നു. നിങ്ങളെ അഭിസംബോധന സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രനെ ആദരവോടും ക്ഷണിച്ചോളും. നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരവും മുൻ രാജ്യസഭാ അംഗവുമായിട്ടുള്ള ആദരണീയനായ ശ്രീ സുരേഷ് ഗോപി അവർ, തൃക്കാക്കരയുടെ പൊന്നോമന പുത്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉജ്ജ്വലനായ സ്ഥാനാർത്ഥി, വികസന നായകൻ ശ്രീ AN രാധാകൃഷ്ണൻ അവർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ചുട്ടുപൊള്ളുന്ന വെയിലിലും അങ്ങേയറ്റം ആവേശത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയെയും അതുപോലെ ശ്രീ AN രാധാകൃഷ്ണനെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഹൃദയത്തിലേറ്റാൻ തൃക്കാക്കരയിലെ വോട്ടർമാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വരവേൽപ്പ് കാണിക്കുന്നത്. ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിലെ 12 കേന്ദ്രങ്ങളിൽ
ഈ മണ്ഡലത്തിന്റെ മനസ്സ് എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ജനവികാരമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഒരു വഴിത്തിരിവായി മാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. തൃക്കാക്കര ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. നേരത്തെ NDA പല കാര്യങ്ങളും ജനങ്ങളോട് പറയാൻ ശ്രമിച്ചപ്പോൾ അത് പലതും അതിശയോക്തിപരമായിട്ടുള്ള പ്രചാരണമാണ് എന്ന് വിലയിരുത്തിയവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ നമ്മുടെ നാട്ടിൽ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്ന ഓരോ മുന്നറിയിപ്പുകളും, ഞങ്ങൾ പറയുന്ന ഓരോ സത്യവും, ഞങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ വസ്തുതകളും അക്ഷരം പ്രതി ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സത്യമാണെന്ന് സമ്മതിച്ചിരിക്കുക. കേരളം സമാധാന കേരളമായിരുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നു. ശങ്കരാചാര്യരുടെ, സ്വാമി വിവേകാനന്ദന് അങ്ങേയറ്റം ആദരവ് നൽകിയ കേരളമാണ്. ശങ്കരാചാര്യ സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്താചാര്യന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പണ്ഡിറ്റ് കറുപ്പന്റെയും നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളമായിരുന്നു. ആ കേരളത്തെ ഈ നാട്ടിലെ ലോകം മുഴുവൻ ഭയാനകമായ മനുഷ്യക്കുരുതികൾ നടത്തുന്ന, ലോകത്തിലെല്ലാ മാനവരാശിക്കും അന്ധകനായി മാറിയ മതഭീകരവാദത്തിന്റെ ഒളിത്താവളമായി മാറ്റുന്നത് ആരാണെന്നുള്ള ഞങ്ങളുടെ ചോദ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ശക്തമായിട്ട് പ്രതിധ്വനിക്കുകയാണ്. ആരാണ് ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഈ നിലയിലാക്കുന്നത്? സമാധാനത്തോടെ കഴിയേണ്ട കേരളം മതസംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും നാടായി മാറ്റുന്നത് ഇവിടുത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയുമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ പ്രസംഗിക്കാൻ, അരിയും മലരും കരുതി വച്ചോളൂ എന്ന് ഭീഷണിപ്പെടുത്താൻ, കുന്തിരിക്കം കരുതി വച്ചോളൂ എന്ന് ഭീഷണിപ്പെടുത്താൻ നിങ്ങളുടെ കാലന്മാർ വന്നിരിക്കുന്നു. ആസാദി ആസാദി എന്ന് ഭീഷണിപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ടിന് ആരാണ് ഇത്രയും ധൈര്യം നൽകിയത്? സംസ്ഥാനത്തെ എല്ലാ മതഭീകരവാദ ശക്തികളെയും വോട്ടിന് വേണ്ടി പ്രീണിപ്പിച്ച് അവർക്ക് പരവതാനി വിരിച്ച, അവർക്ക് എല്ലാ ഭയവും നൽകിയ, പാലും തേനും നൽകിയ, പാമ്പിന് പാല് കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് ഇതിന് ഉത്തരവാദി. വോട്ടിന് വേണ്ടി നാടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം അവർ പരസ്യമായി സഖ്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ തൃക്കാക്കരയിലെ എല്ലാ മതഭീകരവാദ സംഘടനകളുടെ നേതാക്കളെയും പ്രവർത്തകരെയും മുഖ്യമന്ത്രി നേരിട്ട് കാണുകയാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി പരസ്യമായി തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്. പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ്. ഈ രാജ്യത്തെ തകർക്കുന്ന എല്ലാ മതഭീകരവാദികളും ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും ഘടകകക്ഷികളെ പോലെയാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. ശക്തമായ നടപടികളെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അധ്യാപകന്റെ കൈവെട്ടിയപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന്. അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. സമാധാനം തകർക്കുന്ന എത്രയെത്ര നീക്കങ്ങൾ നടന്നു. ആലപ്പുഴയിൽ തന്നെ ശക്തമായിട്ടുള്ള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഈ പ്രകടനം നിരോധിക്കണമെന്ന്. സംസ്ഥാനത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ പല വിധ്വംസക നീക്കങ്ങളും സർക്കാർ നിരോധിച്ചിരുന്നു. പക്ഷെ പിണറായി വിജയൻ ആളിക്കത്തിക്കാൻ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, തൃക്കാക്കരയിലെ 20% വോട്ട് ഒരു പെട്ടിയിൽ വീഴ്ത്താൻ വളരെ ബോധപൂർവമായി ഈ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കോൺഗ്രസും സുധാകരനും ഉമ്മൻചാണ്ടിയും സതീശനും അതേ രാഷ്ട്രീയം തന്നെയാണ് തൃക്കാക്കരയിൽ സംസാരിക്കുന്നത്. വികസനത്തെക്കുറിച്ച് ഇപ്പൊ ആരും മിണ്ടുന്നില്ല.
എല്ലാ വികസന താല്പര്യങ്ങളും അവസാനിച്ചു. വോട്ട് ബാങ്ക് താല്പര്യം മാത്രമാണുള്ളത്. വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എറണാകുളത്തും തൃക്കാക്കരയ്ക്കും അനുവദിച്ച വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടിപ്പോ വികസനമില്ല. വർഗീയതയും സാമുദായികതയും മന്ത്രിമാർ വീടുകൾ കയറി നിരങ്ങി ജാതി തിരിച്ചും മതം തിരിച്ചും വോട്ടർമാരെ കമ്പാർട്ട്മെന്റുകളിലാക്കി വോട്ട് തേടുന്ന ഏറ്റവും നീചമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. പ്രിയപ്പെട്ടവരെ, NDA ദേശീയ ജനാധിപത്യ സഖ്യം സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഈ മതഭീകരവാദികൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. RSSനും BJPക്കും എതിരെയാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതെന്നാണ് പറയുന്നത്. എന്താണ്, RSSും BJPയും കൊല ചെയ്യപ്പെടേണ്ടവരാണോ? അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുമെന്നാണോ നിങ്ങൾ കരുതേണ്ടത്? പ്രിയപ്പെട്ടവരത് ക്രൈസ്തവ സഹോദരന്മാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ നീക്കമാണ്. ആ നീക്കം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. അതിന്റെ വെപ്രാളമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുള്ളത്, പ്രതിപക്ഷ നേതാവിനുള്ളത്. അതുകൊണ്ടാണ് അവർ ഏത് വിധേനയും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രീ N രാധാകൃഷ്ണൻ ഇവിടെ മത്സരിക്കുന്നത് തൃക്കാക്കരയിലെ മാത്രം വോട്ടർമാരുടെ താല്പര്യത്തെ മുൻനിർത്തിയല്ല, മുഴുവൻ കേരളത്തിന്റെയും ശാശ്വതമായിട്ടുള്ള സമാധാനത്തിനും പുരോഗതിക്കുമാണ്, വികസനത്തിനാണ്. ഇവിടെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനാണ്, നാടിനെ സംരക്ഷിക്കാനാണ്, ഇവിടെ വികസനം കൊണ്ടുവരാൻ ഒരു പുതിയ രാഷ്ട്രീയമാണ് ശ്രീ N രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്ന 100 പേർ അയാൾ ആ പാർട്ടി ജയിച്ചാൽ 100 ആവും സെഞ്ചുറി അടിക്കുന്നത്. 100 എന്താ കാര്യം? കൗരവന്മാരും 100 പേരുണ്ടായിരുന്നു. പക്ഷെ ജയിച്ചത് പാണ്ഡവ പടയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നടക്കുന്നത് ധർമ്മയുദ്ധമാണ്. അധർമ്മത്തിനും അനീതിക്കുമെതിരായി, വർഗീയതയ്ക്കെതിരായി, ഭീകരവാദത്തിനെതിരായി, സമാധാനത്തിനെതിരെ നിൽക്കുന്നവർക്കെതിരായി, വികസന വിരോധികൾക്കെതിരായി ഒരു ധർമ്മയുദ്ധമാണ് ശ്രീ N രാധാകൃഷ്ണൻ നയിക്കുന്നത്. ആ ധർമ്മയുദ്ധത്തിന് മന്ത്രിമാരുടെ, MLA-മാരുടെ, MP-മാരുടെ കൗരവപ്പടയെ പോലെ ഉള്ള വലിയ പടക്കോപ്പുകളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന കഴിഞ്ഞ 8 വർഷം ഈ നാടിനെ വികസന കുതിപ്പിലേക്ക് നയിച്ച ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ശ്രീ ANR-നോടൊപ്പമുണ്ട്. മോദിയുടെ പ്രതിനിധിയായിട്ടാണ് ANR മത്സരിക്കുന്നത്. മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഇന്നലെ ഞാനൊരു വീട്ടിൽ സമ്പർക്കത്തിന് പോയപ്പോ യുക്രൈനിൽ നിന്ന് തിരിച്ചു വന്ന ഒരു രക്ഷിതാക്കളാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു BJP നേതാവിനെ കണ്ടപ്പോ. എന്നിട്ട് അവർ പറയാണ്, ഒറ്റ രാജ്യത്തെയും കുട്ടികളെ ആ രാജ്യങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പക്ഷെ യുദ്ധമുഖത്തും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പോറലും ഏൽക്കാതെ കേരളത്തിൽ എത്തിച്ചു എന്ന് ആ കുടുംബം പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്, ഇത്രയും കാലം കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ മക്കളെ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഒരു ഭരണാധികാരി ഇന്ത്യക്കുണ്ട്, ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്നുള്ള ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൃഷ്ടിക്കാനായി. അതിനാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, തൃക്കാക്കരയ്ക്ക് ഒരു നാഥൻ വേണം. ആ നാഥൻ ശ്രീ N രാധാകൃഷ്ണൻ ആയിരിക്കണം ഈ 31-ാം തീയതി മുതൽ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കുടുംബസമേതം, സുഹൃത്തുക്കൾ സമേതം താമരയ്ക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമായ നമ്മുടെ സാരഥി ശ്രീ N രാധാകൃഷ്ണൻ ചേട്ടൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആരാധനായ ശ്രീമാൻ സുരേഷ് ഗോപി, ബഹുമാനനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ K സുരേന്ദ്രൻ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ സമ്മതിദായകർ, നമ്മുടെ രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ആളുകളും ഒരു ഭയപ്പാടിലാണ്. പിണറായി വിജയനും നമ്മുടെ രാജ്യത്തെ കോൺഗ്രസുകാരും സമാധാനം ആഗ്രഹിക്കുന്ന, വളരെ ശാന്തരായി ജീവിക്കുന്ന നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ആളുകളുടെ ജീവിതത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ അനവധി മതസ്ഥാപനങ്ങളുണ്ട്,
ക്രൈസ്തവ പുരോഹിതന്മാരുടെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആസ്ഥാനം ഇതാണ്. KCBCയുടെ ആസ്ഥാനം ഇതാണ്. മാവേലിയുടെ തൃക്കാക്കര ഇവിടെയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശാന്തമായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ ഭയപ്പാടാണ്. കഴിഞ്ഞ ദിവസം ഒരു മതപുരോഹിതൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എന്റെ കൈക്ക് പിടിച്ച് പറഞ്ഞത് ഞങ്ങളെ ആര് സംരക്ഷിക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. വലിയ ഭയപ്പാടാണ്. ഒരു കുർബാനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എന്നെ കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളെ ആരാണ് സംരക്ഷിക്കുക, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ്. പരസ്യമായി കുന്തിരിക്കം ശേഖരിച്ചു വെക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുമ്പോൾ അവരുപയോഗിക്കുന്ന കുന്തിരിക്കം മതമേലധ്യക്ഷന്മാർ കാലം ചെയ്യുമ്പോൾ അവരുടെ ഭൗതിക ശരീരം സമ്പൂർണമായും ഉപയോഗിക്കുന്നത് കുന്തിരിക്കം കൊണ്ടാണ്. ഹൈന്ദവ സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ അവരോടൊക്കെ പരസ്യമായി അവരെയൊക്കെ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും കോൺഗ്രസിന്റെ VD സതീശനും മിണ്ടാട്ടമില്ല. ഈ നിയോജക മണ്ഡലത്തിലെ 24,000-ഓളം വരുന്ന മുസ്ലിം സഹോദരന്മാരുടെ വോട്ടുകൾ മുന്നിൽ കണ്ട് നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കുമെതിരായി ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം സഹോദരന്മാർ സമാധാന പ്രേമികളായ ആളുകളാണ്, സാഹോദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ സാഹോദര്യം ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പാകെ ഞാനും നിങ്ങളുമൊക്കെ ജാതിയും മതവും നോക്കാതെ എടപ്പള്ളി പള്ളിയിൽ പോകാറുണ്ട്. ഈ തിരുവോണ നാളിൽ നമ്മുടെ തൃക്കാക്കരപ്പിൽ തൊടാൻ ജാതിയും മതവും നോക്കാറില്ല. അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ കേളീരംഗമായ നമ്മുടെ തൃക്കാക്കരയിൽ നമ്മളെ കൊല്ലാൻ, നമ്മളെ അപകടപ്പെടുത്താൻ, ക്രൈസ്തവ സഹോദരങ്ങളെ കൊന്നു കുഴിച്ചു മൂടാൻ, കുന്തിരിക്കും കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് തണലാണ് പിണറായി വിജയനും VD സതീശനും. അവർക്ക് മിണ്ടാട്ടമില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനായ നരേന്ദ്രമോദിയുടെ വികസനമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ 3 കൊല്ലമായി സൗജന്യമായി അരി കൊടുക്കുന്ന പ്രധാനമന്ത്രി, കഴിഞ്ഞ 3 കൊല്ലമായി സൗജന്യമായി കടല കൊടുക്കുന്ന പ്രധാനമന്ത്രി, സൗജന്യമായി ഗോതമ്പ് കൊടുക്കുന്ന പ്രധാനമന്ത്രി, ഖീറപ്പായിൽ അന്തി ഉറങ്ങി കിടപ്പാടമില്ലാത്തവര് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രി, ജലവിഷൻ പദ്ധതിയിലൂടെ സൗജന്യമായി കുടിവെള്ളം കൊടുക്കുന്ന പ്രധാനമന്ത്രി, പാവങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്ന പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യത്ത് 100 മഹാനഗരങ്ങളെ സ്മാർട്ട് സിറ്റിയാക്കിയപ്പോ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനെ സ്മാർട്ട് സിറ്റിയാക്കി നമുക്ക് 3600 കോടി രൂപ തന്ന പ്രധാനമന്ത്രി, അമൃത നഗരത്തിൽ വഴി 680 കോടി രൂപ നമുക്ക് തന്ന പ്രധാനമന്ത്രി, മെട്രോ നമുക്ക് സമ്മാനിച്ച പ്രധാനമന്ത്രി, ദേശീയപാത വികസനത്തിന് വേണ്ടി 65,000 കോടി രൂപ തന്ന പ്രധാനമന്ത്രി, നമ്മുടെ നിയോജക മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചിൻ റിഫൈനറിയുടെ വികസനത്തിന് വേണ്ടി പല ഘട്ടങ്ങളിലായി 46,000 കോടി രൂപ തന്ന പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് എന്റെ കരുത്ത്. പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ ഈ നിയോജക മണ്ഡലത്തിന്റെ സർവ്വതോന്മുഖമായ 5 ശമ്പളമുള്ള തൊഴിൽ 100% ഉറപ്പായി ഞാൻ പറയുമ്പോൾ എന്റെ മുമ്പിൽ എന്നോട് ചേർന്ന് ഞാൻ കാണുന്നത് എന്റെ ബഹുമാനായ പ്രധാനമന്ത്രിയെയാണ്. നരേന്ദ്രമോദിയാണ് എന്റെ കരുത്ത്. നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ സൂര്യന് താഴെ എല്ലാത്തിനെയും നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും. ഏറ്റവും ലോകോത്തരമായ ഒരു IT പാർക്ക്, ഒരുപാട് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി പുതിയ തൊഴിൽ സാധ്യതകൾ നമ്മുടെ ഇവിടെ ഈ കാക്കനാട് പ്രദേശത്തു നിന്ന് ആരംഭിച്ച് HMDയിൽ എത്തി നിൽക്കുന്ന റോഡുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോകും.
പാലാരിവട്ടത്തിൽ നിന്നുള്ള മെട്രോവിന്റെ സമ്പൂർണമായ പൂർത്തീകരണം ഉറപ്പുവരുത്തും. പുല്ലേപ്പടിയിൽ നിന്ന് നേരെ കാക്കനാടേക്കുള്ള സമാന്തര റോഡിൽ നിലനിൽക്കുകയാണ് 20 കൊല്ലമായി. അത് പൂർത്തീകരിക്കും. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നമ്മുടെ ആലഞ്ചോട്ടിലും തുതിയൂരിലുമുള്ള ആ വലിയ കരിങ്കൽ കോറികൾ ആധുനികവൽക്കരിച്ച് എല്ലാവരുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും പ്രദേശങ്ങളിലും നല്ല ലൈറ്റ് ഉണ്ടാകും. രാത്രി സഹോദരിമാർക്ക് സഞ്ചരിക്കാൻ കഴിയും. വൃത്തിയായിട്ടുള്ള പ്രദേശങ്ങളുണ്ടാകും. നല്ല സമഗ്രമായ വികസനത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുമായിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമ്മുടെ തൃക്കാക്കരയിൽ പാവപ്പെട്ടവന്റെ വീട്ടിൽ ശ്രീമാൻ പിണറായി വിജയന്റെ ഭരണകൂടം അവന്റെ അനുമതിയില്ലാതെ അവന്റെ അടുക്കളയിൽ മഞ്ഞക്കുറ്റിയടിക്കുക. നമ്മുടെ ഇവിടെ ഈ ഇടത്തലയിൽ ഫാത്തിമ എന്ന് പറയുന്ന പ്രായമായ അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോ അവര് വീട്ടുവസ്ത്രമൊക്കെ ധരിച്ച് സാധാരണ നിൽക്കും. അവരുടെ വീട്ടിലേക്ക് പിണറായി വിജയന്റെ പോലീസുകാർ ഓടിക്കയറുകയാണ്. തോക്കുധാരികളായ ഷൂസുധാരികളായ 100 കണക്കിന് പോലീസുകാർ വന്ന് അവരുടെ അടുക്കളയിൽ മഞ്ഞക്കുറ്റി അടിക്കുക. പാവപ്പെട്ടവനെതിരായ യുദ്ധപ്രഖ്യാപനം. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ആദ്യം രാജ്യത്ത് വികസനം ഉണ്ടാക്കും. നമ്മുടെ ഇടപ്പള്ളിയിൽ നിന്ന് മൂത്തകുന്നത്തേക്ക്, ഈ ഇടപ്പള്ളിയിൽ നിന്ന് മൂത്തകുന്നത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ? 23 കിലോമീറ്റർ റോഡ് 1982 ഫ്രീസ് ചെയ്ത 2022 റോഡായിട്ടില്ല. 40 കൊല്ലം പിണറായി വിജയനും അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിച്ചിട്ട് 40 കൊല്ലമായി റോഡില്ല. ഇപ്പൊ ശ്രീമാൻ നരേന്ദ്രമോദി ദേശീയപാത വികസനത്തിന് വേണ്ടി 65,000 കോടി കൊടുക്കുമ്പോൾ ഈ 1-ാം തീയതി മുതൽ റോഡ് പണി ആരംഭിക്കുക. അവരാണ് കേരളത്തിന്റെ പേരിൽ 150 പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. 150 അണ്ടർപാസേജ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ അടുക്കളയിൽ മഞ്ഞക്കുറ്റി അടിക്കാൻ ആരെയും ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കില്ല. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന ആളാണ്. ആളുകളുടെ വിശപ്പറിയാവുന്ന ആളാണ്. ദാരിദ്ര്യം അറിയാവുന്ന ആളാണ്. പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്റെ കരുത്ത്. തീർച്ചയായും നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ തലയെടുപ്പുള്ളൊരു മണ്ഡലമാക്കി മാറ്റും. ഒരവസരമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 4 വർഷം ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾ 4 വർഷം നടത്തിയാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ 100% വികസനം, നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും സമയബന്ധിതമായി വളരെ വേഗതയിൽ പൂർത്തീകരിക്കും. എനിക്കൊരു അവസരം തരണം. ഒരു വോട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഒരു വോട്ട് രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഒരു വോട്ട് നിങ്ങൾ എനിക്ക് രേഖപ്പെടുത്തിയാൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ പെരുമഴ ഞാൻ ഈ തൃക്കാക്കരയിലേക്ക് എത്തിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗരവപ്പടയോട് ഏറ്റുമുട്ടുന്ന ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ അർജുനായ ശ്രീ AN രാധാകൃഷ്ണന് വിജയക്കിരീടം നൽകുവാൻ ശ്രീ സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്ത് കേരവൃക്ഷ സംരക്ഷകനായി മാറിയിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി AN രാധാകൃഷ്ണൻ ഒരു തെങ്ങിൻ തൈ നൽകിക്കൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ മഹാനടനായ ശ്രീ സുരേഷ് ഗോപിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയങ്കരനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയായി NDA അവതരിപ്പിക്കുന്ന ശ്രീ AN രാധാകൃഷ്ണൻ, ഏറെ സ്നേഹവും ഇഷ്ടവുമുള്ള അഡ്വക്കേറ്റ് ഗോപു എന്ന ഗോപാലകൃഷ്ണൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും മറ്റ് പ്രവർത്തകർ,
പ്രിയങ്കരായ ഉണിച്ചിറ പ്രദേശത്തെ തൃക്കാക്കര മണ്ഡലത്തിലെ സമ്മതിദായകർ, കലാസ്നേഹികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ അധിക ദൂരം സംസാരിക്കുന്നില്ല. വളരെ വിശദമായി തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജയം ജനങ്ങളുടേതാവണം എന്ന് മാത്രമാണ് ശ്രീ സുരേന്ദ്രനും ശ്രീ എൻ രാധാകൃഷ്ണനും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ജനങ്ങൾ ജയിക്കണം ഇത്തവണയെങ്കിലും. ഇത് ഓരോ തവണയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്നത്തെ പശ്ചാത്തലം വികസനത്തിന് ആത്യന്തികമായി ഒരു വീട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ പോലും ആത്യന്തികമായി സംരക്ഷിക്കപ്പെടേണ്ടത് സമാധാന അന്തരീക്ഷമാണ്. അത് ഈ കഴിഞ്ഞ 6 വർഷക്കാലവും ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാരിന് അക്കാര്യത്തിൽ സംരക്ഷിക്കുവാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാ തരത്തിലും സമാധാനത്തെ ദ്രോഹിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സർക്കാരിന് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തിലെ സമാധാനം സിൽവർ ലൈനിന്റെ പേരിൽ ഏറ്റവും അടുത്ത് നടത്തിയ അധമ പ്രവർത്തനം പോലും ആ ലിസ്റ്റിൽ പെടുത്താറുണ്ട്. ശ്രീ നരേന്ദ്രമോദിയുടെ 8 വർഷത്തെ വികസനോന്മുഖ പ്രവർത്തനങ്ങളുടെ ഗവർണൻസിന്, പ്യോർ ഗവർണൻസ്, സ്ട്രിക്റ്റ് ഗവർണൻസ്, അതിലെടുത്തു പറയേണ്ടത് കറപ്ഷൻ ഫ്രീ ഗവർണൻസ്. ഇത് കേരളത്തിന് ഇപ്പോഴും സ്വപ്നമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക്, അവർക്കൊന്നും, ഭരിച്ചവർക്കും ഇനി ഭരിക്കാൻ പോകുന്നവർക്കും ഒന്നും ഇത് സ്വപ്നം പോലുമല്ല. ഇതിന്റെ നേർ വിപരീതമാണെന്നാണ് സിൽവർ ലൈനിന്റെ പിന്നിൽ അണിനിരത്തിയിരിക്കുന്ന കറപ്ഷന്റെ ഓരോ കണ്ണികളും ഓരോ സ്പോട്ടുകളും. വികസനം നമുക്ക് വേണം. അടിസ്ഥാന വികസനം 14,000 കോടി 14 ജില്ലകളിൽ നിക്ഷേപിച്ചാൽ അതിൽ പ്രിയപ്പെട്ട കോൺട്രാക്ടർമാർക്കൊക്കെ നിർമ്മിച്ച് തീരുന്നതിന് മുമ്പ് പൊളിഞ്ഞു വീഴുന്ന പാലങ്ങളടക്കം കെട്ടിടങ്ങളടക്കം ഉള്ള സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കാതെ 14,000 കോടി 14 ജില്ലകളിൽ വളരെ യോഗ്യമായി, ഉപകാരപ്രദമായി, സ്നേഹത്തോടെ നിക്ഷേപിച്ചാൽ ഈ കേരളയിലുള്ള 5,000 6,000 കൊടുത്തുള്ള ഓട്ടം പിന്നെ എന്തിനാണ്? എല്ലാ ജില്ലകളിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഒരു 60,000 കോടി ചെലവാക്കും. അതൊരു പക്ഷെ അതിനകത്ത് ഏറിയ പങ്കും വഹിക്കാൻ തീർച്ചയായിട്ടും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ NDA സഖ്യം, ഇന്ത്യ ഭരിക്കുന്ന ഭരണം അതിന് തയ്യാറായെന്ന് വരും. സത്യസന്ധമായ പ്രോജക്റ്റുകൾക്ക് എന്നും കുടപിടിച്ചിട്ടേ ഉള്ളൂ, പച്ചക്കൊടി കാണിച്ചിട്ടേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ ഭരണം. അതിനിയും ഉണ്ടാവണമെങ്കിൽ ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ 6 വർഷക്കാലം ഞാൻ MP ആയിരുന്നു. വളരെ യോഗ്യമായി പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കൂടെ തള്ളി ഇപ്പൊ എന്ത് പറഞ്ഞാലും തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ തന്നെ ഇനി 2 ദിവസമുണ്ട് പോളിംഗിന്. നാളത്തെ ഒരു ബഹളം കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ ഒരു ദിവസം സമാധാനമായിട്ട് നിങ്ങൾ എല്ലാ വക ചിന്തകളും മാറ്റിവെച്ച്, ജാതി, മതം, നിറം, ഗന്ധം എല്ലാം മാറ്റിവെക്കൂ, രാഷ്ട്രീയം വരെ മാറ്റിവെക്കൂ. ഞാനിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരോടും ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്തവരോടും ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്നവരും ജീവിതം സ്വപ്നമായി തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന, ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്നവരോടും പറയുകയാണ്, നിങ്ങൾ സമാധാനമായി ചിന്തിക്കും. കഴിഞ്ഞ 8 വർഷത്തെ ഭാരതത്തിലെ വികസനത്തിന്റെ പാത, ആ പാതയുടെ വർണ്ണം, അതിന്റെ ഭാരം എത്രയാണ്, അതിന്റെ സത്യസന്ധത എത്രയാണ്, അതിന്റെ ഗുണഭോഗം എത്രയാണ്, അതിലെ ഉദ്ദേശശുദ്ധി എത്രയാണ്, ഒന്നളക്കൂ. ഇത് കേരളത്തിൽ സാധ്യമാകണമെങ്കിൽ 6 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞ് എന്റെ അധികാരം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു ലെറ്റർ ഹെഡ് ഇല്ല, എനിക്കൊരു ഒഫീഷ്യൽ ലൈൻ ഇല്ല, ഹോട്ട് ലൈൻ ഇല്ല, ഒഫീഷ്യൽ ഇമെയിൽ ID ഇല്ല. അപ്പൊ എനിക്ക് ഇനി നിങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തിയതുപോലെ എത്തിയാൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള പശ്ചാത്തലം ഇല്ല. ആ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്ക് കേരളത്തിന്റെ അംബാസിഡറായിട്ട് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് അയക്കാൻ പറ്റുന്നത് ഒരു MLA ആയി ശ്രീ KN രാധാകൃഷ്ണൻ അവർകളെയായി. ഇത് സംഭവിക്കണം. അദ്ദേഹം തൃക്കാക്കര എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് ഏറ്റിവെച്ചിരിക്കുന്നത്.
ഇതിന് മുമ്പുണ്ടായിരുന്ന MLA ശ്രീ PT, ഈ ഇലക്ഷൻ ഉണ്ടായിരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അത്യന്തം വേദനാജനകമാണ്. രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയമൊക്കെ എനിക്ക് പിന്നീടുണ്ടായതാണ്. എല്ലാ രാഷ്ട്രീയത്തിലെയും നല്ല ആൾക്കാരെ അന്നും സ്നേഹിച്ചിട്ടുണ്ട്, ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയും സ്നേഹിക്കും, AKജിയും സ്നേഹിക്കും, EK നായനാരെയും സ്നേഹിക്കും, ലീഡറെയും സ്നേഹിക്കും, ഒപ്പം നരേന്ദ്രമോദിയും സ്നേഹിക്കും, AB വാജ്പേയിയും സ്നേഹിക്കും, LK അദ്വാനിയെയും സ്നേഹിക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിനോട് ചേരുക. എല്ലാം രാഷ്ട്രീയമായി പോകുമോ? പക്ഷെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്തവരാണ് മറുപക്ഷത്തുള്ള രണ്ട് കക്ഷികളുമെന്ന് മനസ്സിലാക്കുക. PT-യോടുള്ള സ്നേഹം, ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തെ എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ സ്വീകരിക്കുന്നവരും നമുക്കുണ്ട്, ഒരു നാടിനെ നയിക്കുന്നവരടക്കം, അല്ലേ? അപ്പോ PT-ക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഇനി നടക്കാൻ പോകുന്നത് പാരമ്പര്യം കണക്കിലെടുത്തല്ല. അത് ശ്രീ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വികസനത്തിന്റെ പാരമ്പര്യത്തിന് കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ശിഷ്യനായി നിങ്ങളൊരു അംബാസഡറായിട്ട് കേരളത്തിൽ നിന്ന് അയക്കണമെന്ന് വളരെ താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഏറ്റവും നല്ല അവസരമാണ് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താമര ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി NDAയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിങ്ങളുടെ സ്വന്തം MLA ആയി മാറ്റൂ ശ്രീ AN രാധാകൃഷ്ണൻ അവർകളെ എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം.